ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മൂവാണ്ടൻ മാങ്ങ കൊണ്ട് നല്ല ചെത്ത് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അത് അച്ചാറുണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അത്ര പച്ച മാങ്ങയല്ല കേട്ടോ. ഇപ്പോൾ പച്ച മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും പഴുത്തു തുടങ്ങിയില്ലേ. അത് കാരണം ഇത് കുറച്ച് നിറം മാറിയിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടില്ല കേട്ടോ. ഇതേപോലത്തെ മാങ്ങ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം പുളി ഉണ്ടാവില്ല, കുറച്ച് പുളി ഉണ്ടാവുള്ളൂ. നന്നായിട്ട് പുളിയുള്ള മാങ്ങ അച്ചാറുണ്ടാക്കണേൽ നല്ലത് ഇതേപോലെ കുറച്ച് പഴുത്ത് തുടങ്ങണ മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കുക നല്ലത്. അപ്പോൾ ഇതൊന്ന് ആദ്യം ചെത്തി നുറുക്കി കൊണ്ടുവരാം കേട്ടോ. ഇതാ കണ്ടുവോ, കുറേശ്ശെ പഴുപ്പായി തുടങ്ങി മാങ്ങ. എന്നാൽ പുളിയുണ്ട് കേട്ടോ, ആവശ്യത്തിന് പുളിയുണ്ട്, മധുരവും ഇല്ല. ഇതുകൊണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെത്തി നുറുക്കണേ കറിക്കാണ് കേട്ടോ ഈ ചെത്തുമാങ്ങ കറി എന്ന് പറയണേ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായവും പിന്നെ ഉലുവയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനിതാ ചെറിയ ഒരു പാത്രം ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഒരു വലിയ കഷ്ണം കായം ഒന്ന് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്കത് എടുക്കണം, നന്നായി മൊരിയണം. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിക്കണം കേട്ടോ നന്നായിട്ട്, അല്ലെങ്കിൽ പൊടിയാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള മാങ്ങകളൊക്കെ ഇപ്പോൾ പഴുത്തു തുടങ്ങിയ സമയമല്ലേ. അത് വാങ്ങിയെടുത്ത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആ ഉലുവ കരിഞ്ഞു പോവും. ഉലുവ ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് ഇനി പൊടിക്കണം കേട്ടോ രണ്ടും കൂടിയിട്ട്. ഇതാ രണ്ടും കൂടി പൊടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി അത് അതിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് അച്ചാർ കൂട്ടി തുടങ്ങാം കേട്ടോ. കുറേ ദിവസം ഇരിക്കില്ല അച്ചാർ, കൂടി ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോഴേക്കും കേടാവാൻ തുടങ്ങും. പിന്നെ കേടാവാണ്ടിരിക്കണമെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് വയ്ക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം എരിവും ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇവിടെ അധികം എരിവ് ഇഷ്ടമല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കറി പെട്ടെന്ന് കേടാവും. തിളപ്പിച്ച് ചൂടാറ്റിയ വെള്ളം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. അധികം വെള്ളം വേണ്ട കേട്ടോ, കുറച്ചേ വേണ്ടോ വെള്ളം. ഈ ഉപ്പ് എല്ലായിടത്തും ഒന്നും നന്നായി പിടിക്കണ വരെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇവിടെ വിനാഗിരി ഒന്നും ഒഴിച്ച് വയ്ക്കാറില്ല കേട്ടോ, അതത്ര നല്ലതൊന്നുമല്ലല്ലോ. അത് കാരണം അതൊന്നും ഒഴിച്ച് വയ്ക്കാറില്ല, ഇങ്ങനെ ഇനി വയ്ക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരാഴ്ചയെക്കാളും കൂടുതൽ അച്ചാർ എടുത്ത് വയ്ക്കില്ല, എല്ലാവരും കൂട്ടും. കേടാവാനായിട്ട് ഇവിടെ വയ്ക്കില്ല. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടോ. ഇനി ഇത് വല്ല കുപ്പിയിലോ എന്തെങ്കിലും ആക്കി വയ്ക്കാൻ നല്ലത്. പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വയ്ക്കണേക്കാളും നല്ലത് കുപ്പികളിലാക്കി വയ്ക്കുകയാണ് കേട്ടോ അച്ചാർ എപ്പോഴും നല്ലത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ചുവപ്പ് കളറുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുറച്ച് പഴുത്ത മാങ്ങ കൊണ്ടൊന്ന് അച്ചാറുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.